ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. കൊല്ലത്ത് LDF 22ഉം UDF 20ഉമാണ്. അതിലെ കോർപ്പറേഷനിലും അങ്ങനെ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കൊച്ചിയിൽ പക്ഷേ LDF, കൊച്ചിയിലാണ് UDFന് നിരാശ. തൃശ്ശൂരിൽ പക്ഷേ UDFന് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും. കോഴിക്കോട് LDFന് വളരെ അനായാസമായി തന്നെ അധികാരത്തിലെത്താൻ കഴിയുന്നു. കണ്ണൂരിൽ പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. ഈ 17, 16 എന്ന് വരുമ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടില്ല. കാരണം BJPയുടെ അക്കൗണ്ടിലും സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. 29 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. പക്ഷേ അത് ആർക്കും കണ്ണൂരിൽ കിട്ടാൻ സാധ്യതയില്ല. തിരുവനന്തപുരവും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. കൊല്ലത്ത് മുന്നിൽ നിൽക്കുകയാണ്. അതായത് ഒരു സീറ്റിന് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അത് അപ്രതീക്ഷിതമായ മുന്നേറ്റം തന്നെയാണ്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അട്ടിമറി സംഭവിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന ആദ്യ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ഒന്നാം ഘട്ടത്തിലായിരുന്നു കൊല്ലം ജനവിധി എഴുതിയത്. അതിനുശേഷം തിരുവനന്തപുരത്ത് മുന്നേറ്റം നടത്താൻ സാധിക്കും, കൊല്ലം ഒരുപക്ഷെ UDFനൊപ്പം നിൽക്കും എന്ന തരത്തിൽ പ്രാദേശികമായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് നേതൃത്വം തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ആ പ്രാദേശിക റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന പ്രകടനം UDF 22 LDF 20 എന്ന നിലയിലുമാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഇതിൽ വ്യത്യാസങ്ങൾ വരാം. എങ്കിൽ പോലും ഇഞ്ചോടിഞ്ച് മത്സരം കൊല്ലത്ത് കാഴ്ചവെക്കാൻ ഇത്തവണ UDFന് സാധിക്കുന്നു എന്നത് അവർക്കൊരു അപ്രതീക്ഷിതമായ മുന്നേറ്റത്തിന്റെ സൂചനയാണ് കൊല്ലത്ത് നിന്ന് ലഭിക്കുന്നത്. പക്ഷേ കോഴിക്കോട് വ്യക്തമായ മേൽക്കൈ തുടരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ ഒരേ ഒരു കോർപ്പറേഷൻ മാത്രമായിരുന്നു UDFന് അധികാരം ഉണ്ടായിരുന്നത്. അത് കണ്ണൂരാണ്. ആ കണ്ണൂര് ഇത്തവണ ആ മേൽക്കൈ തുടരുന്നുണ്ട്. പക്ഷേ അതും തുലോം തുച്ഛമായ സീറ്റുകൾക്കാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ മുന്നേറ്റം എടുത്തു പറയേണ്ടത് കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് 22 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ കൊച്ചിയിൽ വീണ്ടും കോൺഗ്രസ് നാണം കെടുകയാണോ എന്ന സംശയമാണ് ഉയരുന്നത്. 28 സീറ്റുകളിൽ ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുന്നു. 18 സീറ്റുകളിൽ മാത്രമാണ് കൊച്ചിയിൽ ഇപ്പോഴും മേൽക്കൈ നേടാനായി സാധിക്കുന്നുള്ളൂ. കണ്ണൂർ